ഇപ്പോൾ പല ഇടവകളിലും തൃശ്ശൂർ തന്നെ പല ഇടവകളിലും കൈക്കാരന്മാർ മാത്രമല്ല കൈക്കാരത്തികളും ഉണ്ട്. മെത്രാന്മാരും അച്ഛന്മാരും പെണ്ണുങ്ങളാവണമെന്ന് പറഞ്ഞാൽ അത് തിയോളജിക്കലി കത്തോലിക്ക സഭ അംഗീകരിക്കുന്നതല്ല. അത് മോഹിച്ചിട്ട് ഇനി വന്നാൽ ചിലപ്പോൾ രക്ഷയില്ല. തൃശ്ശൂർ അതിരൂപതയിൽ 10-15,000 പേര് ഇന്ന് കല്യാണം കഴിക്കാതെ 35 വയസ്സ് കഴിഞ്ഞ് ആൺപിള്ളേരുണ്ട് പെണ്ണിന് കിട്ടാൻ. കുട്ടികളുടെ എണ്ണം വേണ്ട, കല്യാണം വേണ്ട, യുവജനങ്ങൾ ഇവിടെ നിൽക്കാൻ പാടില്ല. കാരണം പല കാരണങ്ങളുണ്ട്, അവർ പുറത്തേക്ക് പോകണം. അങ്ങനെ ഏറ്റവും അധികം ശിഥിലീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമുദായമായി മാറി വലിയ വേദനയുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് അവിടുത്തെ കുറച്ച് അച്ഛന്മാരോ അല്ലെങ്കിൽ ആ ഇടവേലത്ത് കുറച്ച് പേരോ പ്ലാൻ ചെയ്തതല്ല. ഇതിന് പിന്നിൽ ഏതോ ശക്തി സഭയെ വിഭജിക്കാൻ, തമ്മി തല്ലിക്കാനുള്ള ശക്തി ഉണ്ടെന്നുള്ള ബോധ്യമാണ്. സഭാ ശത്രുക്കളെ സഭയെ നശിപ്പിക്കാൻ ഇപ്പോൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന കാര്യം, ഇനി കത്തോലിക്ക സഭയിൽ അച്ഛന്മാരും കന്യാസ്ത്രീകളും ഇല്ലാതാക്കിയാൽ, അവരെ ദൈവവിളിയിൽ ഇല്ലാതാക്കിയാൽ സഭയെ നശിപ്പിക്കാൻ പിന്നെ ഏതാനും ദിവസങ്ങളെ വേണ്ടു. നമസ്കാരം. ശാലോം ടിവിയുടെ വോയിസ് ഓഫ് ചർച്ച് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കഴിഞ്ഞ തവണ അഭിവന്ദ്യ ആൻഡ്രോസ് താഴത്ത് പിതാവ് നമ്മളോട് പങ്കുവെച്ച ഒരുപാട് സുപ്രധാന കാര്യങ്ങളുണ്ട്. അതിനേക്കാൾ പ്രധാനപ്പെട്ട ചില വിശേഷങ്ങളാണ് ഇത്തവണ നമ്മളോട് അഭിവന്ദ്യ പിതാവ് നമ്മളോട് സംസാരിക്കുന്നത്. പിതാവ്, വീണ്ടും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. പിതാവ്, സമൂഹത്തിൽ സ്ത്രീകളുടെ പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ 50% സ്ത്രീകൾക്കായി സംവരണം ചെയ്തിരിക്കുകയാണ് സീറ്റുകൾ. പാർലമെൻറ്റിലും നിയമസഭയിലുമൊക്കെ 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യണം എന്നുള്ള ഒരു നിയമം കുറേ വർഷങ്ങളായിട്ട് പാർലമെൻറ്റിൻ്റെ പരിഗണനയിലാണ്. നമ്മുടെ സഭയിലും സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകേണ്ടതല്ലേ? തൃശ്ശൂർ അതിരൂപതയിൽ സ്വാഭാവികമായിട്ടും പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി ആയിട്ടും ഡോക്ടർ മേരി റജീന നല്ലൊരു സ്ത്രീരത്നം തുടർച്ചയായി 2 തവണ പ്രാതിനിധ്യം നൽകിയിട്ടുണ്ട്. പക്ഷേ പൊതുവെ സമൂഹത്തിൽ കൂടുതൽ സഭയിൽ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകേണ്ടതല്ലേ എന്നുള്ളൊരു ചോദ്യമാണ്. ഈ സ്ത്രീ പ്രാതിനിധ്യത്തെക്കുറിച്ച് ഈ ചരിത്രത്തിൽ വിവേചനങ്ങളുണ്ടായി, സഭയിലും ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാം. കാരണം പുരുഷ മേധാവിത്വം. എന്നാൽ ഓരോ വർഷം കഴിയും തോറും വാസ്തവത്തിൽ ക്രിസ്തു പറഞ്ഞ ചൈതന്യത്തിൽ തന്നെ സ്ത്രീകൾക്ക് പ്രാധാന്യത്വം. ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് വറ്റിക്കാനത്തെ മിക്കവാറും പല സ്ഥാപനങ്ങൾക്കും ഇപ്പോൾ സ്ത്രീകളാണ് അതിൻ്റെ ഹെഡ്സ് ആയിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ പ്രാധാന്യമുണ്ട്. നമ്മുടെ സഭയിൽ പണ്ട് സ്ത്രീകൾക്ക് യോഗത്തിൽ പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ പിന്നീട് അനുവദിച്ചു. ഇപ്പോൾ പല ഇടവകളിലും തൃശ്ശൂർ തന്നെ പല ഇടവകളിലും കൈക്കാരന്മാർ മാത്രമല്ല കൈക്കാരത്തികളും ഉണ്ട്. അതിലൊരു കുഴപ്പമില്ല. പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി 2 ടേമായിട്ട് നമ്മുടെ സ്ത്രീയാണ്, വളരെ നന്നായി ചെയ്യുന്നുണ്ട്. പിന്നെ വറ്റിക്കാനിലും മറ്റുള്ള എല്ലായിടത്തും ഇപ്പോൾ പലതിലുണ്ട്. അതേ സമയത്ത് ചില അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ തെറ്റായ വ്യാഖ്യാനങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്, ഇനി ചില CSI ആംഗ്ലിക്കൻ സഭകളെ പോലെ മെത്രാന്മാരും അച്ഛന്മാരും പെണ്ണുങ്ങളാവണമെന്ന് പറഞ്ഞാൽ അത് തിയോളജിക്കലി കത്തോലിക്ക സഭ അംഗീകരിക്കുന്നതല്ല. അത് മോഹിച്ചിട്ട് ഇനി വന്നാൽ ചിലപ്പോൾ രക്ഷയില്ല. കാരണം അത് കത്തോലിക്ക സഭ അംഗീകരിക്കുന്നത് ഒരു ദൈവശാസ്ത്രപരമായ കാരണങ്ങളാലാണ്. പിന്നെ വേറൊരു കുറ്റപ്പെടുത്തൽ, കാരണം സ്ത്രീകൾക്ക് സ്ഥാനം കൊടുക്കണം, അവർ വരണം, അവർക്ക് അംഗീകാരം കൊടുക്കണമെന്ന് തന്നെയാണ്. പക്ഷേ ദൈവശാസ്ത്രപരമായ ചില അടിസ്ഥാന കാര്യങ്ങൾ ഈ പൗരോഹിത്യം എന്ന് പറയുന്നത് അത് കത്തോലിക്ക സഭയുടെ പ്രമാണം സ്വീകരിച്ചാലേ പറ്റുള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പോൾ കത്തോലിക്ക സഭയിൽ അല്ലെങ്കിൽ അച്ഛന്മാരാണ് മുഴുവൻ ഭരിക്കുന്നത്. ഒരു പൗരോഹിത്യത്തിൻ്റെ ഒരു സൂപ്രമസി അല്ലെങ്കിൽ തെറ്റായൊരു പ്രവർത്തനം. ഞാനിപ്പോൾ വാസ്തവം പറഞ്ഞാൽ ഞങ്ങൾ തൃശ്ശൂർ ഉപതലത്തെ, എറണാകുളത്ത് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം എറണാകുളത്ത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ വേറെ തരത്തിലാണ്. തൃശ്ശൂർ ഉപതയിൽ നോക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ഞാൻ കർത്താവിനേക്കാൾ നല്ല രീതിയിലാണെന്ന്. കർത്താവിന് 12 ശിഷ്യന്മാരിൽ ഒരുത്തനും ഒറ്റ കൊടുത്തു. ഒരാൾ തള്ളി പറഞ്ഞെങ്കിൽ തിരിച്ചു വന്ന് ലീഡറായി. വേറെ മറ്റു ചിലർ പ്രശ്നം വന്നു കഴിച്ച് ഓടി ഒളിച്ചു. പിന്നെ സബദിപുത്രന്മാർ സ്ഥാനമാനങ്ങളൊക്കെ നോക്കി. അതിൻ്റെ അത്രയ്ക്ക് കുഴപ്പങ്ങളൊന്നും തൃശ്ശൂർ ഉപതലത്തെ അച്ഛന്മാർക്കില്ല. കുറച്ചുകൂടി വെച്ച 1-2 പേരുടെ അല്ലെങ്കിൽ വളരെ ചുരുക്കം പേരുടെ ഭാഗത്തു നിന്ന് ചിലപ്പോൾ പൗരോഹിത്യത്തിൻ്റെ ചൈതന്യത്തിന് നിരക്കാത്ത ഓട്ടോക്രസി പ്രവർത്തനം, ശബ്ദം, ശാപവാക്കുകൾ അല്ലെങ്കിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതുമാത്രമാണ് കത്തോലിക്ക സഭയുടെ എന്ന് പറയുന്ന. ഇതുപോലെ തന്നെ ചില തെറ്റായ ജീവിതം നയിക്കുന്ന ചില കന്യാസികളുണ്ട്. ഈ സന്യാസ സമൂഹം എന്ന് പറഞ്ഞാൽ പൗരോഹിത്യ സമൂഹങ്ങൾ ഇത് മാത്രമായിട്ട് വ്യാഖ്യാനിച്ച് സഭാ ശത്രുക്കളെ സഭയെ നശിപ്പിക്കാൻ ഇപ്പോൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന കാര്യം, ഇനി കത്തോലിക്ക സഭയിൽ അച്ഛന്മാരും കന്യാസ്ത്രീകളും ഇല്ലാതാക്കിയാൽ
അവരെ ദൈവവിളിയിൽ ഇല്ലാതാക്കിയാൽ സഭയെ നശിപ്പിക്കാൻ പിന്നെ ഏതാനും ദിവസങ്ങളെ വേണ്ടൂ. യൂറോപ്പിൽ സംഭവിച്ചതുപോലെ ഇവിടെ പെട്ടെന്ന് സംഭവിക്കാം. അതുകൊണ്ട് പൗരോഹിത്യ സന്യാസ ദൈവവിളികളെ ഇല്ലാതാക്കാൻ യൂദാസ് 8% ഉണ്ടായി, ഇവിടെ 1% 2% പ്രശ്നമുള്ളൂ. എങ്കിലും അതിന് അതിവർണ്ണനം ചെയ്ത് ഇത് മാത്രമാണ് കത്തോലിക്ക സഭ എന്ന് ചിത്രീകരിക്കുന്നത് എനിക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. ഇതാണ് അതേക്കുറിച്ച് എനിക്ക് സ്ത്രീകളെക്കുറിച്ചും അച്ഛന്മാരെക്കുറിച്ചുള്ള കാര്യത്തിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. പിതാവേ, ആൾദൈവങ്ങളുടെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. ആൾദൈവം എന്ന് മാത്രമല്ല, പലരും ഞാൻ തന്നെയാണ് ദൈവമെന്ന് ധരിച്ചു വശായി അഹങ്കരിച്ച് നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അതേസമയം തന്നെ വിശ്വാസത്തെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് കുടുംബങ്ങളുടെ സ്വത്തെല്ലാം തട്ടിയെടുത്ത് ചെറിയ ചില സമൂഹങ്ങൾ രൂപപ്പെട്ടു വരുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. ഇരിഞ്ഞാലക്കുട പോലുള്ള ചില സ്ഥലങ്ങളിൽ അങ്ങനെ ഒരു സമൂഹങ്ങളുണ്ട്. അതിനെതിരെ ഒരുപാട് കേസുകൾ ഇപ്പോൾ പോലീസിലും കോടതിയിലും ഒക്കെ ആയിട്ട് വളർന്നു വരികയാണ്. ഇതേക്കുറിച്ച് എന്താണ് പിതാവിന് പറയാനുള്ളത്? ഈ ശീശ്മകളും സെക്റ്റുകളും ചരിത്രത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ആദിമസഭ മുതൽ തന്നെയുണ്ട്. അത് വന്നു കഴിയുമ്പോൾ സഭ ഔദ്യോഗികമായി ഇത് തെറ്റാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുറേ നാളത്തേക്കൊക്കെ ആകർഷിക്കാൻ പറ്റും. ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എംപറർ എമ്മാനുവലിനെ കുറിച്ചാണ് ഫ്രാങ്കോ പറഞ്ഞത്. സന്നാരാധന എന്ന് പറഞ്ഞ് കോതമംഗലത്തൊരു സെക്റ്റ് ഉണ്ടായി. അപ്പോൾ ഈ സെക്റ്റുകൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാകാം. പക്ഷേ അത് ആൾദൈവങ്ങളായി മാറി സഭയുടെ പ്രബോധനത്തിനും കൂട്ടായ്മയ്ക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് നാളത്തൊക്കെ അത് അംഗീകരിച്ച് നടന്നേക്കാം. പിന്നീട് അത് തെറ്റാണെന്ന് പറയുകയും അത് കത്തോലിക്ക സഭയുടെ ഭാഗമല്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ കുറേ നാൾ അവർ നടക്കും. അത് കഴിയുമ്പോൾ പൊതുവെ ഇല്ലാതാകുന്നു. എന്നാലും ചില സെക്റ്റുകൾ ശീശ്മിയായി മാറി വേറെ ആകാൻ സാധ്യതയുണ്ട്. എന്നാൽ സഭ അതിനെ അംഗീകരിക്കുന്നില്ല. തുടക്കത്തിലൊക്കെ ചിലപ്പോൾ അത് തെറ്റാണെന്നെല്ലാം മനസ്സിലാകാത്ത രീതിയിൽ വരുമ്പോൾ അംഗീകരിച്ചിട്ടുണ്ടാകും. അതെല്ലാം വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് തുടങ്ങുമ്പോൾ നല്ലതാണല്ലോ എന്ന് പറയും. ടോം സക്രിയ അല്ലെങ്കിൽ എംപറർ എമ്മാനുവലിൻ്റെ അദ്ദേഹമൊക്കെ കത്തോലിക്ക പള്ളികളിലാണ് എല്ലാം ധ്യാനിപ്പിച്ച് നടന്നിരുന്നത്. വളരെ നന്നായിരുന്നു. പിന്നീടാണ് ആൾദൈവമായി മാറിയത്. അപ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞ് കത്തോലിക്ക സഭയുടെ അല്ലേതാക്കി. അത് ആവുകയും ചെയ്യും. പിതാവേ, നമ്മുടെ കുടുംബങ്ങൾ സഭയുടെയും സമൂഹത്തിൻ്റെയും നട്ടെല്ലാണ് കുടുംബങ്ങൾ. കുടുംബങ്ങളുടെ പ്രസക്തിയെക്കുറിച്ച് പിതാവ് എപ്പോഴും പ്രസംഗിക്കാറുണ്ട്. കുടുംബ കൂട്ടായ്മയുടെ പ്രസക്തിയെക്കുറിച്ച് പറയാറുണ്ട്. അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? സഭയ്ക്ക് വ്യക്തമായ ദർശനം ഉള്ളതുകൊണ്ടാണ് വത്തിക്കാൻ സൂനോസ് മനോഹരമായി പഠിപ്പിക്കുകയും ചെയ്തത്. സാർവത്രിക സഭ, സ്വയാധികാര സഭ, പ്രാദേശിക സഭ, ഗാർഹിക സഭ, ഇങ്ങനെയെല്ലാം തിരിച്ചിരിക്കുന്നത്. ഗാർഹിക സഭയാണ് അടിസ്ഥാന ഘടകം കുടുംബം. അതുകൊണ്ടാണ് കുടുംബത്തിൽ അൾത്താര ഉണ്ടാകണം, പ്രാർത്ഥനാ മുറി. കുടുംബനാഥ ഒരു സഭയുടെ അണുരൂപമാണ്. ഈ ഗാർഹിക സഭയെ തകർത്താൽ സഭയെ തകർക്കാം. അതുകൊണ്ട് ഇന്ന് ഞാൻ പറഞ്ഞ പല ശക്തികളിൽ, അത് പ്രത്യേകിച്ച് ലൗകായികത്വം എന്ന് പറയും, ഒരു സെക്യുലറിസം എന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് ഭാരതത്തിൻ്റെ മതേതരത്വത്തെ അല്ല ഉദ്ദേശിക്കുന്നത്. എല്ലാത്തിനും ഒരു വേൾഡ്ലി ആയിട്ടുള്ള ലൗകായികമായ വിശ്വാസപരമായ യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിൽ അവതരിപ്പിച്ച് കുടുംബത്തെ നശിപ്പിക്കുന്നു. അതിൻ്റെ ഏറ്റവും അധികം പരിണത ഫലങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് കത്തോലിക്ക സഭയിൽ, പ്രത്യേകിച്ച് സുറിയാനി ക്രിസ്ത്യാനി, മറ്റു മതങ്ങളിലൊക്കെ കൂടുതൽ കുട്ടികളുണ്ട്. 2009 തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഞാൻ തൃശ്ശൂർ രൂപതയിൽ പ്രഖ്യാപിച്ചു 5ാമത്തെ കുഞ്ഞിൻ്റെ മാമൂസിക്ക് ഞാൻ ചെല്ലും. ഇന്ന് ഞാൻ പോയിരുന്നു, വല്ലപ്പോഴൊക്കെ പോണ്ടി വരുന്നുള്ളൂ. പക്ഷേ മിക്കവാറും കുടുംബങ്ങളിലും ഒരു കുട്ടിയേ ഉള്ളൂ. തൃശ്ശൂർ അതിരൂപതയിൽ 10-15,000 പേര് ഇന്ന് കല്യാണം കഴിക്കാതെ 35 വയസ്സ് കഴിഞ്ഞ ആൺപിള്ളേരുണ്ട്, പെണ്ണിന് കിട്ടാണ്ട്. പല ഇടവകളിൽ നിന്ന് ഇപ്പോൾ റിപ്പോർട്ടുകൾ കിട്ടി, പെൺപിള്ളേർ കല്യാണം വേണ്ടാന്ന് പറയുന്നു. അതൊരു കൾച്ചറാക്കി മാറ്റി. ജോലി കിട്ടിയിട്ട് മതി, ഒരു പുരുഷൻ്റെ കീഴിൽ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ പുരുഷൻ്റെ സ്ത്രീയുടെ ആ തനിമയെക്കുറിച്ച് തെറ്റായ ഒരു ബോധ്യങ്ങൾ സൃഷ്ടിച്ചു. എന്നാൽ മറ്റുള്ളവർക്ക് ഇതിനൊരു കുഴപ്പമില്ല, അവർ എത്ര വേണമെങ്കിലും മക്കളുണ്ടാകും, മറ്റൊക്കെ വേണം, അത് പ്രസ്താവിക്കും. ഈ ക്രിസ്ത്യാനികളുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്നുകൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ കുട്ടികൾ നേരത്തെ മറ്റു മതങ്ങളിലായിരുന്നു ഈ ഡി അഡിക്ഷൻ സെൻറ്ററിൽ വന്നെങ്കിൽ ഇപ്പം നമ്മുടെ പെൺകുട്ടികൾ വരെ മയക്കുമരുന്നിന് അടിമകളാണ്. ഒത്തിരി പേര് ഈ ഫ്രീ സെക്സ് ഇപ്പം നമ്മുടെ ഇടയിൽ യൂറോപ്പിലെ പോലെ പ്രബലമാക്കാനുള്ള വലിയ ശ്രമങ്ങൾ, അത് കഞ്ചാവ് കൊടുത്ത് ഈ അഡിക്ഷൻ കൊടുത്തിട്ട് തന്നെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളെ ശിഥിലീകരിക്കാൻ കുട്ടികളുടെ എണ്ണം വേണ്ട, കല്യാണം വേണ്ട, യുവജനങ്ങൾ ഇവിടെ നിൽക്കാൻ പാടില്ല. കാരണം പല കാരണങ്ങളുണ്ട്. അവർ പുറത്തേക്ക് പോകണം,
അങ്ങനെ ഏറ്റവും അധികം ശിഥിലീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമുദായമായി മാറി. വലിയ വേദനയുണ്ട്. ഷാലോം ടി വിയെ പോലെയുള്ള പ്രേക്ഷകരോട് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കുക. മക്കളുണ്ടാകാൻ ദൈവം തരുന്നവർ സ്വീകരിക്കാൻ തയ്യാറാവുക. ഏറ്റവും കൂടുതൽ സമാധാനമുള്ള കുടുംബം ഏതാണെന്ന് ഞാൻ നിങ്ങളോട് വെല്ലുവിളിക്കുക. ഇപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ഇവിടെ ജനറൽ മെറിറ്റിൽ വരുന്ന കുട്ടികൾ ആരാന്ന് നോക്കുമ്പോൾ ഒറ്റപുത്രന്മാരെ 2 മക്കളോ കുടുംബങ്ങളിൽ നിന്ന് അധികമൊന്നും ജനറൽ മെറിറ്റിൽ പഠിച്ച് കയറി വരുന്നില്ല. കാരണം വീട്ടിൽ തന്നെ ഒരു കോമ്പറ്റീഷൻ വേണം, ഒരു മത്സരം വേണം. വീട്ടിൽ തന്നെ ഈ പാവപ്പെട്ടവരെ ഒട്ടും സഹായിക്കാത്ത കുടുംബങ്ങൾ ആരാന്ന് ചോദിച്ചാൽ, വ്യക്തികൾ ആരാന്ന് ചോദിച്ചാൽ ഒറ്റപുത്രന്മാർ. കാരണം അവരൊരിക്കലും കൊടുത്ത് ശീലമില്ല, മേടിച്ചിട്ട് മാത്രമേ ഉള്ളൂ. അതേ സമയത്ത് കൂടുതൽ മക്കളുണ്ടപ്പോൾ ഷെയറിംഗ് ഉണ്ട്. എന്തെങ്കിലും തെറ്റ് വന്നാൽ അല്ലെങ്കിൽ വേദന വന്നാൽ പങ്കുവെക്കാൻ, ക്ഷമിക്കാൻ, സഹിക്കാൻ തയ്യാറുകളുണ്ട്. പിന്നെ കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് പഠിച്ച് വലുതാവണമെന്നുണ്ട്, പരസ്പരം സഹായിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുടുംബങ്ങളാണ് മാതാപിതാക്കൾ നോക്കണം. ഇവൻ രാജാവായി വന്നു, എനിക്ക് ഉപകാരമില്ലാത്ത മാതാപിതാക്കളെ വേണ്ട എന്ന് ചിന്തിക്കുന്നത്. അതുകൊണ്ട് ആ കുടുംബം തകർന്നിട്ടുള്ളതിൽ ഒരു നല്ല ശതമാനം കുടുംബങ്ങൾ നമ്മുടെ കുടുംബങ്ങളായതുകൊണ്ട് ഷാലോം ടി വിയുടെ പ്രേക്ഷകരെ, കുടുംബത്തെ രക്ഷിക്കുക. സഭ രക്ഷിക്കപ്പെടുക എന്നതിനെ കുറിച്ച് യാതൊരു സംശയവുമില്ല. പിതാവ്, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അഡ്മിനിസ്ട്രേറ്ററാണ് പിതാവ്. അവിടെ അഡ്മിനിസ്ട്രേറ്റർ ആവാൻ ഉണ്ടായ സാഹചര്യം, ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ ഒന്ന് പറയാമോ? വാസ്തവം പറഞ്ഞാൽ തൃശ്ശൂർ അതിരൂപത തന്നെ വലിയൊരു രൂപതയാണ്. അത് തന്നെ എളിയവനായ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഇടയിൽ സീറോ മലബാർ സഭയുടെ ഈ പ്രശ്നങ്ങളുണ്ടായപ്പോൾ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ സത്യവുമായി യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളെ വളരെയേറെ പ്രചരിപ്പിക്കുകയും അത് അച്ഛന്മാരും സിസ്റ്റർമാരും ജനങ്ങളും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായി. എന്തുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലാവണില്ല. സത്യമല്ലാത്ത കാര്യങ്ങൾ അച്ഛന്മാരടക്കം സത്യമാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എന്നോട് ചില ഉദ്യോഗസ്ഥർ പറഞ്ഞു, ഇതൊക്കെ ചില സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൻ്റെ പാർട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പറഞ്ഞു, തൃശ്ശൂരാണ് അതിന് ചില ടെസ്റ്റുകളൊക്കെ നടത്തിയത്, ഇവിടെ നിങ്ങളെ വിഭജിച്ച് തല്ലിക്കുക എന്നുള്ളത് ഒരു അത് നിങ്ങൾ ഏറ്റവും അധികം RC എന്നാണ് പറഞ്ഞ് അവരെ ഇല്ലാതാക്കാനുള്ള വലിയ ഒരു വർഗീയ ശ്രമങ്ങൾ, നിരീശ്വര ശ്രമങ്ങൾ, മൗലികവാദ ശ്രമങ്ങൾ ഇതൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾ അധികം തിരിച്ചടിക്കില്ല. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു, ഏറ്റവും അധികം സമുദായ ബോധം കുറവുള്ളൊരു സമുദായം സീറോ മലബാറാണ്. അതുകൊണ്ട് അവരെ ആക്രമിച്ചാൽ പെട്ടെന്ന് ജയിക്കാമെന്നുള്ള ഒരു പൊതുധാരണയുണ്ട്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ തെറ്റായ വാർത്തകളും ആക്രമണങ്ങളും സീറോ മലബാർ സമുദായം. കാരണം ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങൾ നടത്തുന്നു, ഏറ്റവും കൂടുതൽ അംഗസംഖ്യ ഉള്ളത്, ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ളത്. നേരത്തെ ആണെങ്കിൽ നേരത്തെ ഈ സമുദായത്തിൽ നിന്ന് വളരെയേറെ സാമൂഹ്യ പ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. ഇപ്പോൾ പ്രാക്ടിക്കലി അതെല്ലാം ഇല്ലാതെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു ശ്രമത്തിൻ്റെ ഇത് നുണക്കഥകൾ പ്രചരിപ്പിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്നവർ. പിന്നീടാണ് എനിക്ക് മനസ്സിലായി ഇതിനു വേണ്ടിയൊക്കെ ചില വലിയ, ഇപ്പോൾ സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റിന് വലിയ ഗ്രൂപ്പുണ്ട്, വലിയ ടീം വർക്കാണ്. വിവരാവകാശത്തിൽ കൂടെ ഏതെങ്കിലും സ്ഥാപനത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് അതിനുവേണ്ടി വക്കീൽമാർ എംപ്ലോയിഡ് ആയിട്ടുണ്ട്. ഒരു സിമിത്തേരി വരണം, ഒരു വലിയ ടീമാണ് അതിനെതിരെ പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സ്ഥാപനം ഇപ്പോൾ നന്നായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തെ തകർക്കാൻ എന്ത് വേണം? നമ്മുടെ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, സ്കൂളുകൾ ഇത് തകർന്നാലേ മറ്റു സ്ഥാപനത്തെ വളർത്താൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നതായി മനസ്സിലായി. ഇതൊക്കെ പ്രവർത്തിക്കുന്നത് മനസ്സിലായി. എന്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോൾ പരസ്പരം മെത്രന്മാരെ ഭിന്നിപ്പിക്കാൻ പറ്റുമോ? അച്ഛന്മാരും മെത്രന്മാരെയും തമ്മിൽ തിരിക്കാൻ പറ്റുമോ? ജനങ്ങളെയും അച്ഛന്മാരെയും തന്നെ തെറ്റിക്കാൻ പറ്റുമോ? ഒരു ഇടവകയിൽ ഈ കുടുംബ യൂണിറ്റുകളടക്കം തെറ്റിക്കാൻ പറ്റുമോ? ഇങ്ങനെയുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നു. അങ്ങനെ വന്നപ്പോൾ അവിടെ ഈ ആലഞ്ചേരി പിതാവിനെതിരെ ശക്തമായൊരു നീക്കം നടന്നപ്പോൾ ഞങ്ങൾ തന്നെ പറഞ്ഞു, ആലഞ്ചേരി പിതാവ് ഒന്ന് മാറി നിൽക്കുക. ആദ്യം ഇതിൻ്റെ എറണാകുളത്തിൻ്റെ ഭരണം ഒന്ന് മാറി നിൽക്കുക. കാരണം മേജർ ആർച്ച് ബിഷപ്പ് തന്നെയാണ് സീറോ മലബാർ സഭയിലെ ഏറ്റവും വലിയ രൂപതയിൽ. അതും ബുദ്ധിമുട്ടാണ്. ലോകം മുഴുവനുള്ള സീറോ മലബാർ സഭയുടെ കാര്യങ്ങൾ നോക്കേണ്ട മേജർ ആർച്ച് ബിഷപ്പ് സീറോ മലബാർ സഭയിലെ ഏറ്റവും വലിയ രൂപതയുടെ കാര്യങ്ങളും കൂടി നോക്കുമെന്ന് പറഞ്ഞ് വേണ്ട തരത്തിൽ അന്വേഷിക്കാൻ പറ്റില്ല. പടിയൂർ പിതാവായിട്ട് വർക്കി പിതാവാകട്ടെ ഒന്നും അധികം നോക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരുള്ളത് അവർ തന്നെ മാനേജ് ചെയ്തു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിനെക്കുറിച്ച് പഠിക്കാൻ ഇത് ചെയ്യാൻ പറഞ്ഞ് ആദ്യം തന്നെ അവിടുത്തെ സഹായം എത്താൻ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. അത് കഴിഞ്ഞ് പിന്നെ പാലക്കാട്ട് പിതാവിന്, ഇപ്പോൾ ഞാനായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ജേക്കബ് മനത്തോടത്ത് പിതാവിന് ആ ഉത്തരവാദിത്വം നടത്തി.
എന്നിട്ടും അത് പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ആയി കഴിഞ്ഞപ്പോൾ വീണ്ടും റോമിൻ്റെ കൂടി നിർദ്ദേശങ്ങൾ കണക്കാക്കി ഒരു മേജർ ആർച്ച് ബിഷപ്പിൻ്റെ കീഴിൽ തന്നെ നിന്നുകൊണ്ട് ആൻ്റണി കരിയിൽ പിതാവിനെ മേജർ ആർച്ച് ബിഷപ്പ് വികാരിയായി നിയമിച്ചു. അപ്പോൾ ഒരുപാട് കുറച്ചും കൂടി തെറ്റായ പ്രചാരണങ്ങൾ വന്നു. അത് കഴിഞ്ഞ് പിന്നെ പരിശുദ്ധ സിംഹാസനം എന്നെ വെക്കുകയാണ്. ഞാൻ അവിടെ നുൻഷ്യോ ചോദിച്ചപ്പോൾ നിങ്ങളോട് പറയാമല്ലോ, ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞു. കാരണം ഞാനതിൽ പ്രവർത്തിച്ചതുകൊണ്ട് എനിക്ക് തൃശ്ശൂർ തന്നെ ഉണ്ട്, ഇനി വേറെ വേണ്ട, ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായി. അപ്പോൾ പറഞ്ഞു മാർപ്പാപ്പയുടെ തീരുമാനമാണ്. ഞാൻ അച്ഛനായപ്പോഴും മെത്രാനായപ്പോഴും എൻ്റെ അധികാരികൾ പറഞ്ഞ് അനുസരിക്കും. ഇന്നും അത് തന്നെ. ഇന്ന് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ അനുസരണത്തിൻ്റെ പേരിലാണ്, അല്ലെങ്കിൽ ഞാൻ പോകേണ്ടതാണ്. എനിക്ക് ശാലോം ടി വിയിലെ പ്രേക്ഷകർക്ക് നൽകാനുള്ള സന്ദേശം ഇതാണ്. ഇന്ന് കാണുന്ന പല പ്രശ്നങ്ങൾക്കും പരിശുദ്ധ കന്യാമറിയം പറഞ്ഞ സ്വാതന്ത്ര്യത്തിൻ്റെ നിർവചനം, അത് എറണാകുളത്തുള്ളവരോടും തൃശ്ശൂരുള്ളവരോടും ലോകത്തിലെല്ലാവരും, സ്വാതന്ത്ര്യത്തിൻ്റെ നിർവചനം എന്താ? ലൂക്ക 1:38, ഇതാ കർത്താവിൻ്റെ ദാസി, ഇതിൻ്റെ വചനം പോലെ ദൈവത്തിൻ്റെ ഹിതത്തിന് വിധേയപ്പെട്ട സഭയുടെ പ്രശ്നം തീർന്നു. ഇപ്പോൾ നീതി എന്നാണ് എല്ലാവരും പറയണേ. മത്തായിയുടെ സുവിശേഷത്തിലെ യൗസേപ്പ് പിതാവിനെ കുറിച്ച് പറഞ്ഞു നീതിമാനായിരുന്നു 1:19. നീതിയുടെ നിർവചനം യൗസേപ്പ് പിതാവ് കൊടുത്തത് എന്താ? മാലാഖ പ്രത്യക്ഷപ്പെട്ടു, അല്ലെങ്കിൽ സ്വപ്നം പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, ആ കുടുംബത്തെ നീ രക്ഷിക്കണം, ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, അവളിൽ സംഭവിച്ച് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അപ്പോൾ നീതിക്ക് ദൈവഹിതം എന്ന് പറഞ്ഞ യൗസേപ്പ് പിതാവിനെ പോലെയുള്ള കുടുംബനാഥന്മാരാകുക, സ്വാതന്ത്ര്യത്തിന് ദൈവഹിതം എന്ന്, ദൈവത്തിൻ്റെ അടിമ, ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് മറിയത്തെ പോലെ ആകുക. അങ്ങനെ വരുമ്പോൾ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ടാകും. അങ്ങനെ വരുമ്പോൾ തിരുക്കുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങളും മാറും. ശാലോം ടി വിയിലെ പ്രേക്ഷകരെ ഈ ഇൻ്റർവ്യൂവിന് എന്നെ കേട്ടിരുന്നതിന് നന്ദി. നമ്മുടെ കുടുംബങ്ങളെ തിരുക്കുടുംബങ്ങളാകുക. അപ്പോൾ നമ്മുടെ സഭ യേശുവിൻ്റെ ദൈവരാജ്യമാകും. ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നന്ദി. വോയിസ് ഓഫ് ചർച്ച് പ്രോഗ്രാമിൽ നമ്മുടെ അഭിവന്ദ്യ താഴത്ത് പിതാവ് ആൻഡ്രൂസ് താഴത്ത് പിതാവ് നമ്മളോട് നല്ല ഒരുപാട് സദ്വചനങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ്. സമൂഹത്തിലെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ, സഭയുടെ ചില ദർശനങ്ങളെല്ലാം നമ്മളോട് പങ്കുവച്ചിരിക്കുകയാണ്. അഭിവന്ദ്യ താഴത്ത് പിതാവിനോട് പ്രത്യേകം നന്ദി എല്ലാ ശാലോം ടി വി പ്രേക്ഷകരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. CBCIയുടെ പ്രസിഡൻ്റായ അദ്ദേഹത്തിന് വിജയകരമായ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയട്ടെ എന്ന് ശാലോം ടി വിയുടെ പേരിലും പ്രേക്ഷകരുടെ പേരിലും ആശംസിക്കുകയാണ്. എല്ലാ നന്മകളും നേരുന്നു. നന്ദി.